നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ തിരക്കൂട്ടി ഫയൽ ചെയ്യാൻ നിൽക്കുന്നൊരു വ്യക്തിയാണോ? നേരത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ പെട്ടെന്ന് തന്നെ റീഫണ്ട് ക്ലെയിം ചെയ്യാം എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടോ? ചിലപ്പോൾ നേരത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ അത് നമുക്ക് അഡ്വേഴ്സായിട്ടും എഫക്റ്റ് ചെയ്യാം. ഹായ്, ഞാൻ ശ്രീനാഥ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചത് ഇൻകം ടാക്സ് റിട്ടേൺ ആര് ഫയൽ ചെയ്യണം, എപ്പോൾ ഫയൽ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഒരു ആപ്റ്റ് ടൈം എപ്പോഴാണെന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ജൂലൈ 31 ആണ് നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓൾറെഡി മെയ് 1 മുതൽ അല്ലെങ്കിൽ മെയ് ഫസ്റ്റ് വീക്ക് മുതൽ ITR 1, 2 and 4 ഇൻകം ടാക്സ് പോർട്ടലിൽ ഓപ്പൺ ചെയ്തിട്ടുമുണ്ട്. ഇനി നമ്മൾ ഓപ്പൺ ചെയ്തിടുമ്പോൾ തന്നെ നമ്മൾ ഫയൽ ചെയ്താൽ എന്തൊക്കെയാണ് നമുക്ക് വരാൻ പോകുന്ന അഡ്വേഴ്സ് എഫക്റ്റ് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ 1ഉം 2ഉം ഫയൽ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 31 ആണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പോർട്ടലിൽ ഓൾറെഡി ഈ ഫോമുകൾ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫയൽ ചെയ്താൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ നമ്മുടെ ITR വെരിഫൈ ചെയ്യുന്നത് മാനുവലി അല്ല, AI-യുടെ ഹെൽപ്പോടു കൂടിയാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഇപ്പോൾ വെരിഫൈ ആകുന്നത്. അതായത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഇൻകം ടാക്സ് റിട്ടേണിലെ ഡീറ്റെയിൽസ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വെരിഫൈ ചെയ്യുന്നത് AIS-ഉം ഫോം 26AS-ഉം അതുപോലെ തന്നെ ബാങ്കുകളും NBFCs-ഉം സബ്മിറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്പെസിഫൈഡ് ട്രാൻസാക്ഷൻസും ഒക്കെ വെച്ചിട്ടാണ്. ഇതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം നമ്മൾ ഫയൽ ചെയ്യുന്ന ഇൻകം ടാക്സ് റിട്ടേണിലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നോട്ടീസ് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ചിലപ്പോൾ അഡീഷണൽ ടാക്സ് അടയ്ക്കേണ്ടി വന്നേക്കാം. എന്തുകൊണ്ടായിരിക്കാം നിങ്ങൾക്കൊരു നോട്ടീസോ അഡീഷണൽ ഡിമാൻഡോ വരാൻ ചാൻസ് ഉള്ളത്? നിങ്ങളൊരു സാലറീഡ് ഇൻഡിവിജ്വൽ ആണെങ്കിൽ നിങ്ങളുടെ ഇൻകം നിങ്ങളുടെ എംപ്ലോയർ പോർട്ടലിലേക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് 31 മെയ് വരെ സമയമുണ്ട്. അതല്ല നിങ്ങൾക്ക് മറ്റ് സോഴ്സസിൽ നിന്നാണ് ഇൻകം എന്നുണ്ടെങ്കിൽ അപ്പോഴും ആ ഇൻകം സോഴ്സ് തരുന്നവരാരാണോ അവർക്ക് 31 മെയ്ക്കുള്ളിൽ മാത്രം ഈ ഇൻകവും TDS-ഉം റിപ്പോർട്ട് ചെയ്താൽ മതി. ഇത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ഒരു 1 to 2 വീക്സ് എടുക്കും ഇത് നിങ്ങളുടെ പോർട്ടലിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട്. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഇൻകം കമ്പ്യൂട്ട് ചെയ്ത് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ പിന്നീട് ചിലപ്പോൾ വരാൻ സാധ്യതയുള്ള പല ഇൻകംസും ആയിട്ട് മിസ്മാച്ച് വരാം. ഈ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന മറ്റു ട്രാൻസാക്ഷൻസ് ചിലപ്പോൾ നിങ്ങൾ വിട്ടുപോയെന്നിരിക്കാം. ഇനിയൊരു എക്സാമ്പിൾ കൂടി പറയാം. നിങ്ങളൊരു സാലറി ഇൻകം മാത്രമുള്ളൊരു വ്യക്തിയാണെന്നിരിക്കട്ടെ. നിങ്ങൾ ഒക്ടോബർ 1 നിങ്ങളൊരു വർഷത്തെ പീരീഡിലേക്ക് നിങ്ങളൊരു FD ബുക്ക് ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ടും ഈ FD മെച്ചർ ആകുന്നത് സെപ്റ്റംബർ 30 അടുത്ത വർഷമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും കിട്ടുന്നത് അടുത്ത സെപ്റ്റംബർ 30 പക്ഷേ എന്നിരുന്നാൽ കൂടി മാർച്ച് 31 ആകുമ്പോൾ ബാങ്ക് ഓട്ടോമാറ്റിക്കലി 6 മാസത്തെ നിങ്ങൾക്ക് തരാനുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയും അത് അക്രൂഡ് ഇൻട്രസ്റ്റ് ആയിട്ട് ഇൻകം ടാക്സ് പോർട്ടലിൽ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ സാലറി ഇൻകം വച്ച് മാത്രം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ അവിടെ ഒരു മിസ്മാച്ച് വരും. കാരണം ബാങ്കുകൾ നിങ്ങളുടെ ഈ FD ഇൻട്രസ്റ്റ് കൂടി റിപ്പോർട്ട് ചെയ്യും. നമ്മൾ തുടങ്ങിയത് എന്താണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഒരു ആപ്റ്റ് വിൻഡോ അല്ലെങ്കിൽ ഒരു ആപ്റ്റ് ടൈം എന്നുള്ളതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഫാക്ടർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. അതായത് മെയ് 31 വരെ എല്ലാവരും അവരുടെ ഇൻഫർമേഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് ബാങ്കുകളും NBFCs-ഉം അവരുടെ SFT ഫയൽ ചെയ്ത് കഴിഞ്ഞ് ആ ട്രാൻസാക്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു ജൂൺ 15 ആവും. അപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു പീരീഡ് ജൂൺ 15 കഴിഞ്ഞിട്ടാണ്. എല്ലാ ട്രാൻസാക്ഷൻസും എല്ലാ ഓർഗനൈസേഷൻസും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട്. ഒരു എക്സെപ്ഷനായിട്ട് പറയാവുന്നത് നിങ്ങളൊരു സിംഗിൾ ഇൻകം മാത്രമുള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു ബാങ്ക് ലോണിനോ അല്ലെങ്കിൽ ഒരു വിസയ്ക്കോ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് അതിൻ്റെ കോപ്പി കൊടുക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേണമെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോൻ്റെ ഇടയിൽ ആനുവൽ ഇൻഫർമേഷൻ സിസ്റ്റം, ടാക്സ് പെയർ ഇൻഫർമേഷൻ സിസ്റ്റം എന്നൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ എനിക്ക് നേരിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോ വരുന്നവരെ താങ്ക് യു.